ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം, അതായത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കലത്തപ്പാണ്, അല്ലെങ്കിൽ കുക്കറപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്നാലും ചില ആളുകൾക്കൊക്കെ ചെറിയ ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഇതിങ്ങനെ ആര് പോലെ, അതായത് ആരായിട്ട് കിട്ടണത് എങ്ങനെയെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ 250 ml കപ്പിൽ കുറച്ച് പച്ചരി, അതായത് ഒരു കപ്പ് പച്ചരി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം. അതിനുശേഷം ഇതിപ്പോൾ ഞാനൊരു 3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറപ്പാണെന്ന് പറഞ്ഞല്ലോ, കുക്കറപ്പം കലത്തപ്പം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം ചോറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അരിക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ഏലക്കായ്, 2-3 ഏലക്കായ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ചെറിയ ഏലക്കായാണ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ അരി എത്രയാണോ എടുത്തത് അതേ അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തതെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു രീതിയിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും തരികളൊന്നും ഇല്ലാതെ അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാമോളം ശർക്കര ഉണ്ടാവും കേട്ടോ അത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ആ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു മാവിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു മാവ് കട്ടയാവാൻ സാധ്യത ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെന്ത് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഈ ഒരു ലൂസാണ് വേണ്ടത്. ഒരുപാട് തിക്കായിട്ട് പോവരുത്, ഒരുപാട് ലൂസായിട്ട് പോവരുത്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു അളവ് തന്നെ എടുത്താൽ മതി. പിന്നെ നമുക്കൊരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ എള്ള് ഉണ്ടെങ്കിൽ, എള്ള് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, ഞാനിവിടെ ഉള്ളതുകൊണ്ട് മാത്രം ചേർത്തതാണ് കേട്ടോ. അപ്പോൾ എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, അതും ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മാവ് റെഡിയാക്കി വെക്കുക. ആ ഉടനെ തന്നെ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, വെളിച്ചെണ്ണ മാത്രമായാലും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ തേങ്ങാക്കൊത്ത് കുറച്ച് അരിഞ്ഞെടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കൊപ്രയാണ് കേട്ടോ എടുത്തത്, പച്ച തേങ്ങയായാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനൊരു 5-8 ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഇതിനൊന്ന് മാറ്റി വെക്കാം. കുറച്ച് ഈ ഒരു കുക്കറിൽ തന്നെ നിന്നോട്ടെ, കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഒരുപോലെ ഈ തേങ്ങയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അത് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ.
അതിനുശേഷം മാവൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുക്കർ അടച്ച് വെക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വെയിറ്റ് നമ്മൾ ഊരി വെക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. വെയിറ്റ് ഊരി വെച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് വരെ നമുക്ക് ആ ഒരു ഹൈ ഫ്ലെയിമിൽ അതവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒരു പഴയ പാനോ അല്ലെങ്കിൽ പഴയ ഒരു അലൂമിനിയം പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ നേരെ ഡയറക്റ്റായിട്ട് അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ അടിഭാഗം കരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 10 മിനിറ്റായി തന്നെ ആവി വന്നുകൊണ്ടിരിക്കും. ആവി വന്നിട്ട് ഒരു മിനിറ്റ് എന്നെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ കുക്കർ തുറക്കരുത്. ഇപ്പോൾ ഇതാ നമ്മളെ കലത്തപ്പം ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കണ്ടോ, കുക്കറിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, അതായത് കുക്കർ തുറന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പ്ലേറ്റിക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടോ, കുക്കറിൽ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്ത് നിങ്ങൾ കുക്കർ അടുപ്പത്ത് വെക്കുന്ന ടൈമിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ പഴയ പാൻ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ നല്ല തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോവാതെ. പിന്നെ ഈ ഒരു മുകളിൽ ഇങ്ങനെ കറുപ്പ് കാണുന്നത് നമ്മൾ എള്ള് ചേർത്തുകൊണ്ടാണ് കേട്ടോ. എള്ള് ചേർത്തിട്ടില്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണൂല. ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം എള്ള് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മൾ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കണ്ടോ, നല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ലോണം ആരെടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല പഞ്ഞ് പോലെയാണ്. ഏത് പല്ലില്ലാത്ത ആളുകൾക്കും കഴിക്കാൻ പറ്റിയ രീതിയിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക്